ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ കലിശത്തുള്ളി രാഘവൻ നായരോട് തൻ്റെ കുടുംബം തകർത്ത് കളഞ്ഞവളുടെ കുടുംബവും ഞാനും തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ രാഘവൻ നായർ ആകെ വിഷമത്തിലാകുന്നു. എന്താടോ പിള്ളേ ആ പറഞ്ഞിട്ട് പോയത്? ഭാമ എന്താടോ പറഞ്ഞത്? തനിക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ച് രാഘവൻ നായർ പിള്ളയ്ക്കരികിലേക്ക് ചെല്ലുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല സാറേ എന്നതായിരുന്നു രാഘവൻ നായർ നേരെയുള്ള പിള്ളയുടെ മറുപടി. രാഘവൻ നായർ ആകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ഹോസ്പിറ്റലിലേക്ക് വന്നെത്തുന്നു. കാറിൽ നിന്നിറങ്ങി ശാലിനി ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവിടെ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ഹെഡ് മിസ്ട്രസിനെ കണ്ടത്. മേഡം മേഡം എന്താ ഇവിടെ എന്ന് ശാലിനിയോട് അന്വേഷിച്ചപ്പോൾ എൻ്റെ പി എ ആയ അനുപല്ലവിയുടെ അച്ഛൻ ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക, അദ്ദേഹത്തെ കാണാൻ വന്നതാണെന്ന് ശാലിനി മറുപടി നൽകി. കഴിഞ്ഞ ദിവസം കുട്ടികളോട് എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടതായിട്ട് അറിഞ്ഞു. എന്താ മേഡം എന്ന് ശാലിനി അന്വേഷിച്ചപ്പോൾ ഉടനെ ഹെഡ് മിസ്ട്രസ് പറഞ്ഞു, അത് പിന്നെ വേറൊന്നുമല്ല മേഡം, നമ്മുടെ ആനുവൽ ഡേക്ക് മേഡത്തിനെ ക്ഷണിക്കുന്ന കാര്യം പറയുന്നതിന് വേണ്ടിയാ. ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ക്ഷണിക്കാനായിട്ട് മേഡത്തിൻ്റെ വീട്ടിലേക്ക് വരാം, ഇല്ലെങ്കിൽ ഓഫീസിലേക്ക് വന്നേക്കാം എന്നറിയിച്ചപ്പോൾ ശാലിനി പറഞ്ഞു, അതിനൊന്നും ആവശ്യമില്ല, ഞാനിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വരുന്നത് സ്കൂളിലേക്കാണ് കുട്ടികളെ കൂട്ടാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഹെഡ് മിസ്ട്രസ് ചോദിച്ചത്, അല്ല മേഡം ഇപ്പോൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയ വിവരം അറിഞ്ഞില്ലേ? അത് കേട്ടതും ശാലിനി വല്ലാത്ത ടെൻഷനിലായി. കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയെന്നോ? ആര്? എന്തിന് എന്ന് ശാലിനി സംശയത്തോടെ ചോദിച്ചപ്പോഴേക്കും അവർ പറഞ്ഞു, മേഡം, മേഡത്തിന് സത്യഭാമ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയല്ലോ, മേഡത്തോട് പറഞ്ഞിട്ടാണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അവരുടെ അച്ഛന് എന്തോ സുഖമില്ല എന്ന്, അതുകൊണ്ട് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞത്. എന്താ മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫാമിലി പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഇന്നേ വരെ സത്യഭാമ വന്ന കുട്ടികളെ അങ്ങനെ വിളിച്ചോണ്ട് പോയിട്ടില്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല മേഡം, ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി ഹെഡ് മിസ്ട്രസിൽ നിന്ന് ഒരു വിധത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴേക്കും ഹെഡ് മിസ്ട്രസ് പറഞ്ഞു, എന്തായാലും മേഡം, ഞങ്ങൾ ഒഫീഷ്യലായിട്ട് മേഡത്തെ വിളിക്കാനായിട്ട് ഓഫീസിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ വരാം എന്ന് പറഞ്ഞതും ശാലിനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ വന്നോളാമെന്ന് ശാലിനി അറിയിച്ചു. അതിനുശേഷം ഹെഡ് മിസ്ട്രസ് പോയി കഴിയുമ്പോഴേക്കും വേഗം തന്നെ ശിവന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശാലിനി. കോൾ അറ്റൻഡ് ചെയ്ത ശിവനോട് ശാലിനി സത്യാമ്മ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി എന്ന വിവരം അറിയിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തേലും കാര്യം ഉണ്ടാവുമല്ലോ, അത് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയാൽ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ ശാലിനി എന്ന് ശിവൻ പറയുമ്പോഴാണ് ശാലിനി ചോദിച്ചത്, ശിവ ഇപ്പൊ തന്നെ ചെന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു വരണം, ഞാൻ നേരിട്ട് ചെന്നാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി തെളിക്കും, അതുകൊണ്ട് ശിവൻ ഇപ്പൊ തന്നെ ചെന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു വരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ തന്നെ പോയിക്കോളാമെന്നും ശാലിനി പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും ഞാൻ പോയി കുട്ടികളെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് ശിവൻ ശാലിനിക്ക് ഉറപ്പ് നൽകി അവിടെ നിന്ന് ശിവൻ ഇറങ്ങുന്നു. അപ്പോഴാണ് ചാച്ചപ്പനെ കാണുവാനായിട്ട് ആന്റണി എത്തിയത്. ചാച്ചപ്പനോട് ആന്റണി താൻ ആവശ്യപ്പെട്ട പോലെയൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അന്വേഷിച്ചപ്പോൾ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ട് നേരെ ചെന്നത് മഹേന്ദ്രൻ മുതലാളിയുടെ അരികിലേക്ക് തന്നെയാ, അദ്ദേഹത്തോട് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് ആന്റണി ചോദിച്ചത്, എന്നിട്ട് അയാൾ അത് വിശ്വസിച്ചോ? ഇല്ല സാറേ, അയാൾ എന്നെ കൈയൊഴിഞ്ഞു. ഇപ്പോൾ അയാൾ എന്നോട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് ആന്റണി പറഞ്ഞത്, അതാണല്ലോ നമ്മുടെ ആവശ്യം, അല്ലെങ്കിലും അയാളിപ്പോൾ ഈ കാര്യത്തിന് തൻ്റെ കൂടെ നിൽക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? സ്വന്തം മകളുടെ ഭർത്താവിനെ കൊല ചെയ്യാനായിട്ട് കൊല ചെയ്ത അവനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് അയാളുടെ നേരെ തന്നെ തിരിഞ്ഞുവെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അയാൾ അതിന് തനിയാതിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സഹായം തനിക്കുണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചത് തന്നെ വലിയ തെറ്റായിപ്പോയി. എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി താൻ എനിക്ക് ചെയ്തു തരേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ തന്നെ കാണാനായിട്ട് എത്തിയത്. അതുകൊണ്ട് പണം അത് എത്ര വേണേലും തരാനും ഞാൻ തയ്യാറാണ് എന്ന് ആന്റണി പറഞ്ഞതും ചാച്ചപ്പൻ പറഞ്ഞു, എന്തായാലും സാർ ആവശ്യപ്പെടുന്ന പോലെ തന്നെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. എന്താ ഞാൻ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് ചാച്ചപ്പൻ അറിയിച്ചു. ഉടൻ തന്നെ ചാച്ചപ്പനോട് ആന്റണി പറഞ്ഞു, എന്നാലേ ദാ ഇനി നീ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് നോട്ടുകെട്ടുകൾ നേരെ ചാച്ചപ്പന് നേരെ നീട്ടുന്നു. പിന്നീട് സത്യമംഗലത്ത് വന്ന കുട്ടികൾ രണ്ടുപേരും ആകെ വിഷമത്തോടെ രാഘവൻ നായരോട് അമ്മയും സത്യാമ്മയും തമ്മിലുള്ള വഴക്കിന്റെ കാരണം എന്താണ് അച്ചച്ച എന്ന് അന്വേഷിച്ചു. രാഘവൻ നായർ ആകെ വിഷമത്തോടെ കുട്ടികളുടെ ചോദ്യത്തിന് എന്തും മറുപടി പറയണമെന്നറിയാതെ വിഷമിച്ചതും കുട്ടികളോടായിട്ട് രാഘവൻ നായർ പറഞ്ഞു, അച്ചച്ചന് ഒരു പിണക്കവുമില്ല, അവരമ്മയും മോളും ഇടയ്ക്കൊക്കെ ഇങ്ങനെ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ കാണിക്കാറുണ്ട്, അവർ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും, മക്കൾ അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ എന്ന്
രാഘവൻ നായർ കുട്ടികളെ ആശ്വസിപ്പിച്ചപ്പോഴാണ് കുട്ടികൾ പരസ്പരം ചോദിച്ചത്, അല്ല, അപ്പോ നമ്മൾ ടൂറ് പോകുന്ന കാര്യം നടക്കില്ലേ എന്ന്. കുട്ടികൾ സങ്കടത്തോടെ ചോദിക്കുന്ന കേട്ടതും രാഘവൻ നായരെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. ടൂറ് പോകുന്ന കാര്യമാണെന്ന് അറിഞ്ഞതും ആരൊക്കെയാ ടൂറ് പോകുന്നതെന്ന് രാഘവൻ നായർ ആകാംക്ഷയോടെ ചോദിച്ചപ്പോഴാണ് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്ന കാര്യമാണ് ഞങ്ങൾ പറഞ്ഞതെന്നും ഞങ്ങളുടെ കൂടെ വരുന്നത് കുട്ടികളും പിന്നെ കുറച്ച് അധ്യാപകരും പിന്നെ കുറച്ച് രക്ഷിതാക്കളും ഉണ്ടാവും എന്ന് കുട്ടികൾ പറഞ്ഞു. അല്ലാതെ എല്ലാവരുടെയും രക്ഷിതാക്കളെ കൊണ്ടുപോകാനായിട്ട് കഴിയില്ലല്ലോ എന്ന് കുട്ടികൾ അറിയിക്കുമ്പോൾ അതെല്ലാം കേട്ടതിന് ശേഷം രാഘവൻ നായർ പറഞ്ഞു, അല്ല, എങ്ങോട്ടാ കുട്ടികളെ നിങ്ങൾ പോകുന്നത്? ഞങ്ങള് തിരുവനന്തപുരത്തെ സൂ കാണുമെന്നും അവിടെ നിന്ന് കോവളം ബീച്ചിലേക്ക് പോകുമെന്നും പിന്നീട് വിവേകാനന്ദ പാറയിലൊക്കെ കയറുമെന്നും അതൊക്കെയായിരുന്നു കുട്ടികൾ അറിയിച്ചത്. ശുചീന്ദ്രം ക്ഷേത്രത്തിലും അതിനിടയ്ക്ക് ഞങ്ങൾ കയറി തൊഴുമെന്ന് പറഞ്ഞപ്പോൾ രാഘവൻ നായർ വളരെ പ്രതീക്ഷയോടെ കുട്ടികളോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛന് വേണ്ടി മക്കൾ ഒരു ഉപകാരം ചെയ്യണം. മുമ്പ് നിങ്ങളുടെ അച്ഛന് വേണ്ടി അച്ഛൻ നേർന്ന ഒരു വഴിപാടാണ്. ശുചീന്ദ്രത്തെ തെക്ക് ഭാഗത്തായിട്ട് ഒരു ഹനുമാൻ സ്വാമി കോവിലുണ്ട്. അവിടെ ടീച്ചർമാർ നിങ്ങളെ കൊണ്ടുപോകുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അവിടെ എത്തിയാൽ അവിടെ നടത്താനുള്ളൊരു വഴിപാടുണ്ട്. അതിൻ്റെ കാര്യമാണ് അത്. സത്യാമ്മ നൽകി വിടാം എന്ന് രാഘവൻ നായർ അച്ഛൻ തന്നു വിടാമെന്ന് പറഞ്ഞതും അത് കേട്ടതോടെ കുട്ടികൾക്ക് സന്തോഷമായി. ശരി അച്ഛാ, ഞങ്ങൾ പോകാം എന്ന് കുട്ടികൾ വാക്ക് നൽകുമ്പോഴാണ് അവിടേക്ക് ശിവൻ ബൈക്കിൽ വന്നിറങ്ങുന്നത്. ശിവന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും കുട്ടികൾ വലിയ സന്തോഷത്തോടെ ശിവനങ്ങൾ എത്തിയേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നു. ശിവന്റെ അരികിലേക്ക് കുട്ടികൾ ഓടിയെത്തിയതും കുട്ടികളെ ചേർത്ത് പിടിച്ച് ശിവൻ രണ്ടുപേരുടെയും മുന്നിലേക്ക് തന്റെ കവിളുകൾ കാണിച്ചു കൊടുത്തു. ഇരുവരും ഇരുവശത്ത് നിന്ന് ആ കവിളിൽ ഓരോ ഉമ്മ കൊടുത്തതും കുട്ടികളെ ചേർത്ത് പിടിച്ച് ശിവൻ അങ്ങനെ നിൽക്കുമ്പോൾ രാഘവൻ നായർ സന്തോഷത്തോടെ, എടാ മക്കളെ, നീ ഇങ്ങോട്ട് കയറുവാ എന്ന് വിഷ്ണു ആണെന്നുള്ള ധാരണയിൽ ശിവനെ വിളിക്കും. നമുക്ക് പോകാം, നിങ്ങളുടെ അമ്മ വിളിച്ചിട്ടാ ഞാൻ വന്നത്, അമ്മ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞ് ശിവൻ കുട്ടികളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ബൈക്കിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ വന്ന് സത്യഭാമ ശിവനെ വിളിച്ചു. അതെ, എങ്ങോട്ടാ എന്ന് വിളിച്ചതും ശിവ, നീങ്ങി വന്നേ എന്ന് സത്യമ്മ ശിവനെ വിളിച്ചു. കുട്ടികളെ വിളിച്ചുകൊണ്ട് ശിവൻ വേഗം സത്യാമ്മയ്ക്ക് അരികിലേക്ക് ചെന്നു. സത്യഭാമ കുട്ടികളുടെ അടുത്തേക്ക് വന്നതും വേഗം തന്നെ കുട്ടികളെ ബലമായി പിടിച്ചു വാങ്ങിക്കുകയാണ്. എങ്ങോട്ടാ നീ ഇവരെ കൂട്ടിക്കൊണ്ട് എന്ന് ചോദിച്ചതും ശിവൻ പറഞ്ഞു, സത്യാമ്മയെ, അത് പിന്നെ ശാലിനി പറഞ്ഞു ഇവരെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായിട്ട്. അത് കേട്ടതോടെ സത്യഭാമയ്ക്ക് വല്ലാത്ത ദേഷ്യമായി. അതെ, അതിന് നീ ഇവരെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ നിനക്കെന്ത് അധികാരമുള്ളത്? നിനക്കെന്ത് അവകാശമുള്ളത് ഇവരുമായിട്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും അടുത്തു നിന്ന് രാഘവൻ നായർ ദേഷ്യപ്പെട്ടു. ഭാമേ, നീ എന്തൊക്കെയാ വിളിച്ച് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്? ദേ, അവന്റെ മക്കളാ, അക്കാര്യം നീ മറന്നു പോകരുത്. അവത്തെ അച്ഛനേക്കാളും വലിയ അവകാശമൊന്നും അച്ചമ്മയ്ക്കില്ല, മനസ്സിലായോ എന്ന് പറഞ്ഞ് രാഘവൻ നായർ സത്യഭാമയുടെ തട്ടിക്കയറി. ഇത് കേട്ടതും സത്യഭാമ പറഞ്ഞു, എന്നാലേ അവന്റെ അവകാശം എന്താന്ന് അവൻ തന്നെ പറയട്ടെ. എന്താ എന്താ നിന്റെ അവകാശം എന്ന് ചോദിച്ച് സത്യഭാമ ശിവനോട് ചോദിക്കുമ്പോഴേക്കും എന്ത് പറയാനെന്നറിയാതെ ശിവൻ തലകുനിച്ച് നിൽക്കുകയാണ്. ഉടനെ കുട്ടികള് തനിക്ക് അമ്മയ്ക്ക് അരികിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നത് കേട്ട് സത്യാമ്മ വേഗം കുട്ടികളെ അകത്തേക്ക് കൂട്ടുന്നു. അതെ, നിങ്ങളിപ്പം ഒരിടത്തേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ് സത്യാമ്മ കുട്ടികളെ ബലമായി അകത്തേക്ക് കയറ്റി വാതിലടയ്ക്കാനായിട്ട് പൊന്നിയോട് അറിയിച്ചു. അങ്ങനെ പൊന്നി വാതിലടച്ചതും രാഘവൻ നായരും ശിവനും മാത്രം പുറത്ത്, പിള്ളച്ചേട്ടനും പുറത്ത് നിൽക്കുമ്പോൾ കുട്ടികളുമായിട്ട് അകത്ത് കയറിയ ഭാമ വാതിലടച്ച് കുട്ടികളെ ബലമായി അവിടെ പിടിച്ചു നിർത്തുകയാണ്. കുട്ടികൾ അവർക്ക് പോകണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോഴേക്കും ശിവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചു നിന്നു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ, എന്താണ് ഈ നടക്കുന്നതൊക്കെ എന്ന് ചോദിച്ചതും രാഘവൻ നായരോട് ശിവൻ പറഞ്ഞു, അച്ഛാ, എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ വീട്ടിൽ എന്താ അവകാശം എന്ന് ചോദിച്ചാലും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഞാൻ ആരൊക്കെയാണ് എന്നൊരു ധാരണ, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ പോലും അറിയാതെ ഞാൻ പിടിച്ചു നേടിയതോ എന്നിലേക്ക് വന്നു ചേർന്നതോ മറ്റുമാണ്. എന്തായാലും ഇപ്പോൾ സത്യങ്ങളൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇറങ്ങുക എന്ന് ശിവൻ അറിയിക്കുമ്പോൾ അത് കേട്ട് രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ, മക്കളെ, നീ ഇങ്ങനെ പോകല്ലേ എന്ന് പറഞ്ഞതും സത്യാമ്മയുടെ ദേഷ്യം കണ്ട് ശിവൻ പറഞ്ഞു, അതെ, അമ്മ ഇപ്പോൾ വല്ലാത്ത ദേഷ്യത്തിലാ, ഞാൻ പോയിട്ട് പിന്നെ വരാച്ചാ എന്ന് പറഞ്ഞ് ശിവൻ രാഘവൻ നായരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം. രാഘവൻ നായരാകെ വേദനയോടെ, എടാ മക്കളെ, നീ വരുമല്ലോ അല്ലേ, നീ വരുമ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് വരണേ എന്ന് പറഞ്ഞതും ശരി അച്ഛാ എന്ന് പറഞ്ഞ് ശിവൻ സങ്കടത്തോടെ ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്ന് തിരിച്ചു. സത്യഭാമയുടെ അടുത്ത് നിന്ന് കുട്ടികൾ ബഹളം ഉണ്ടാക്കി. സത്യാമ്മേ, ഞങ്ങൾക്ക് പോകണം, ഞങ്ങൾക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് കുട്ടികൾ ബഹളം വയ്ക്കുമ്പോഴേക്കും ഉടനെ സത്യഭാമ പറഞ്ഞു, മക്കളെ, നിങ്ങളിനി അവളുടെ കൂടെയല്ല നിൽക്കേണ്ടത്. ഇവിടെ സത്യാമ്മയ്ക്കൊപ്പം നിന്നാൽ മതി. സത്യാമ്മ എൻ്റെ മക്കളെ വളർത്തിക്കോളാം. അവള് ശരിയല്ല, അവളെ യക്ഷിയാ യക്ഷി എന്ന് പറഞ്ഞ്
സത്യമ്മ ശാലിനിയെക്കുറിച്ച് മോശമായി കുട്ടികളോട് സംസാരിക്കുന്നു. കുട്ടികൾ അതെല്ലാം കേട്ട് സങ്കടത്തോടെ പരസ്പരം നോക്കിയിരുന്നു. അപ്പോഴാണ് മൂർത്തിയും അരുണയും പറഞ്ഞതനുസരിച്ച് ബ്രഹ്മാനന്ദൻ ബ്രഹ്മദത്തൻ തിരുമുൽപ്പാട് അവിടേക്ക് കുട്ടിയുടെ നാമകരണത്തിനായിട്ട് വന്നെത്തിയത്. അദ്ദേഹം വഴിപാടുകളും പൂജാവിധികളും ഒക്കെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുഞ്ഞുമായി അരുണയും മൂർത്തിയും അദ്ദേഹത്തിന് അരികിലേക്ക് എത്തി. എന്നാൽ നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ എന്ന് മൂർത്തിയുടെ അച്ഛൻ വാസ്തവൻ ചോദിച്ചപ്പോൾ അതെ അടുത്ത് നിന്ന് തിരുമുൽപ്പാടും പറഞ്ഞു, അതെ അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്, നമുക്ക് ചടങ്ങ് തുടങ്ങാം, ഇനിയിപ്പോൾ സമയം പോയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇനി ആരെങ്കിലും വരേണ്ടതായിട്ടുണ്ടോ, ആരെങ്കിലും കാത്തു നിൽക്കേണ്ടതായിട്ടുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ എല്ലാം കേട്ടു എന്ന് അരുണ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഒരാൾ എത്തിയിട്ടില്ല സ്വാമി. ഞങ്ങൾക്ക് ഈ തങ്കക്കൂട്ടത്തിനെ കിട്ടാൻ കാരണക്കാരിയായ, അതിന് വേണ്ട എല്ലാ നീക്കങ്ങളും നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശാലിനി, കളക്ടർ ശാലിനി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അല്പം മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഉടനെ തന്നെ എത്തുമെന്ന് അറിയിച്ചത് എന്ന് പറഞ്ഞപ്പോൾ വാസ്തവൻ പറഞ്ഞു, മക്കളെ അവർ വരുമ്പോൾ വരട്ടെ, നമുക്ക് എന്തായാലും മുഹൂർത്ത സമയത്ത് ചടങ്ങ് നടത്തണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും ബ്രഹ്മദത്തൻ തിരുമേനിയും പറഞ്ഞു, അതെ അതാ നല്ലത്, നമുക്ക് തന്നിരിക്കുന്ന കൃത്യസമയത്ത് തന്നെ ചടങ്ങ് നടത്താം, പിന്നെ വരാനുള്ളവർക്ക് പിന്നീട് വന്ന് പങ്കെടുക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് എല്ലാവരും സമ്മതിച്ചു. ഉടനെ അരുണ തൻ്റെ ഫോൺ വാങ്ങിച്ച് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് വേഗം ശാലിനിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ എടോ ഞാൻ എത്താറായി, ഒരു 10 മിനിറ്റ്, നിങ്ങൾ ചടങ്ങ് തുടങ്ങിക്കോ, ഞാനിപ്പോൾ എത്തും എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു. ഉടനെ അരുണ പറഞ്ഞു, അതെ നമുക്ക് ചടങ്ങ് തുടങ്ങാം, എത്താറായെന്നാണ് ശാലിനി പറഞ്ഞത്, എന്തായാലും 10 മിനിറ്റിനുള്ളിൽ ശാലിനി ഇങ്ങെത്തും, അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങാം, മുഹൂർത്തം തെറ്റിക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ വാസുദേവനും അത് തന്നെ സമ്മതിച്ചു. ഉടനെ തിരുമുൽപ്പാട് പറഞ്ഞു, എന്നാൽ ചടങ്ങ് ആരംഭിക്കാം, ആദ്യം മോളെ വാസുദേവൻ നായരുടെ കയ്യിലേക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും വാസുദേവൻ പറഞ്ഞു, അയ്യോ അത് വേണ്ട, ഞങ്ങൾ തീരുമാനിച്ചത് തിരുമുൽപ്പാട് തന്നെ കുഞ്ഞിനെ നാമകരണം ചെയ്യണമെന്നാണ്, അതുകൊണ്ട് തിരുമുൽപ്പാട് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഇതിന് ഏറ്റവും അനുയോജ്യമായ ആളെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ചടങ്ങ് നടത്തിക്കുന്നത്, അതിന് മൂർത്തിയുടെ അച്ഛനായ വാസുദേവൻ തന്നെയാണ് എന്തുകൊണ്ട് യോഗ്യൻ, അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വാസുദേവനോട് ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ലെന്നും ഇത് താൻ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഉത്തമം അത് മൂർത്തിയുടെ അച്ഛനായ വാസുദേവൻ തന്നെ ചെയ്യുന്നതാണെന്നും അറിയിച്ചു. അങ്ങനെ ഏത് പേരാണ് മോൾക്ക് ഇടുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച പേര് തന്നെയല്ലേ എന്ന് വാസുദേവൻ മൂർത്തിയോടും അരുണിയോടും ചോദിച്ചു. അതേ എന്നവർ സമ്മതിച്ചതോടെ തിരുമുൽപ്പാട് പറഞ്ഞത് പ്രകാരം മോളുടെ കാതിൽ ഭാഗ്യലക്ഷ്മി എന്ന പേര് വിളിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടെ ഭാഗ്യലക്ഷ്മി എന്ന് എല്ലാവരും വിളിച്ചു കഴിയുമ്പോഴേക്കും മോള് വാസുദേവൻ മുത്തശ്ശൻ്റെ മടിയിലായി പുണ്യാഹം തളിച്ചു കൊടുത്തു. ഉടനെ തന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറ്റാനായി കാർത്തിയാനിയമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും അവിടേക്ക് ശാലിനി എത്തിച്ചേർന്നത്. ശാലിനി വന്നിട്ടുണ്ട് എന്ന് വണ്ടിയുടെ ശബ്ദം കേട്ട് അരുണ വേഗം തന്നെ മുറ്റത്തേക്ക് ഓടിച്ചെന്നതും ശാലിനിയെ കണ്ടതോടെ വലിയ സന്തോഷത്തോടെ ശാലിനി സ്വീകരിച്ചു. കുഞ്ഞിൻ്റെ ഇപ്പം പേരിട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞതും എന്തായാലും കൊള്ളാം, എന്താ പേര് എന്ന് ശാലിനി അന്വേഷിച്ചപ്പോൾ ഭാഗ്യലക്ഷ്മി എന്നാണ് പേരെന്നുള്ള വിവരം അരുണ അറിയിച്ചു. കേട്ടതും സന്തോഷത്തോടെ ശാലിനി പറഞ്ഞു, എന്നാ മോളെ എനിക്കൊന്ന് കാണണമല്ലോ, ഇത് ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ച കുട്ടി ഉടുപ്പാ എന്ന് പറഞ്ഞ് ഒരു ഉടുപ്പ് അത് ആ ഒരു ബോക്സ് എടുത്ത് അരുണിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അരുണ തുറന്നു നോക്കിയിട്ട് കൊള്ളാം, നല്ല ഭംഗിയുണ്ട് എന്ന് അരുണ അഭിപ്രായം പറയുന്നു. പിന്നീട് മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇത് എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു ബോക്സ് തുറന്ന് അതിലെ മാലയൊന്ന് കാണിച്ചു. ഇത് ഞാൻ തന്നെ അവൾക്ക് നേരിട്ട് ഇട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ ശാലിനി എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ ഇത് എൻ്റെ സന്തോഷത്തിനാ എന്നതായിരുന്നു ശാലിനിയുടെ മറുപടി. അങ്ങനെ കുഞ്ഞിനെ കാണാനായി ശാലിനി അകത്തേക്ക് ചെന്നപ്പോഴേക്കും അവിടെ തിരുമുൽപ്പാടും വാസുദേവനും മൂർത്തിയും മാത്രമായിരുന്നുണ്ടായിരുന്നത്. മോളെവിടെ എന്ന് അരുണ അന്വേഷിച്ചപ്പോഴേക്കും മോള് അച്ഛൻ്റെ ദേഹത്ത് പുണ്യാഹം തെളിച്ചു കൊടുത്തുകൊണ്ട് ഡ്രസ്സ് മാറാനായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് അമ്മ അങ്ങ് കൊണ്ടുപോയി എന്ന് മൂർത്തി അറിയിച്ചു. അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, കുഞ്ഞിനെ കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ശാലിനി സന്തോഷത്തോടെ നിൽക്കുമ്പോഴേക്കും ശാലിനിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു. കോൾ അറ്റൻഡ് ചെയ്യാനായി ശാലിനി അപ്പുറത്തേക്ക് മാറുന്ന സമയത്ത് അരുണയോട് മൂർത്തി പറഞ്ഞു, പോയി മോളെ വിളിച്ചുകൊണ്ട് പാടോ, അമ്മ ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് മൂർത്തി പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ അരുണ അകത്തേക്ക് പോയി. ഈ സമയത്ത് മൂർത്തിയും വാസുദേവനും തിരുമുൽപ്പാട് സംസാരിച്ചിരിക്കുമ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് വന്ന കോള് ശിവൻ്റേതായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്യാനായി അപ്പുറത്ത് മാറുന്ന ശാലിനി കോൾ എടുത്തതും ശിവൻ പറഞ്ഞു, ശാലിനി ഞാൻ ചെന്നിരുന്നു, പക്ഷേ കുഞ്ഞുങ്ങളെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ടില്ല സത്യാമ്മ വല്ലാത്ത ബഹളത്തിലാണ്, സത്യാമ്മയുടെ അടുത്ത് നിന്ന് മോളെ കൂടാൻ ശാലിനി തന്നെ നേരിട്ട് ചെല്ലണമെന്നാണ്
സത്യഭാമ പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞതും ശാലിനി ആകെ ദേഷ്യത്തിലാവുന്നു. എൻ്റെ മക്കളെ എന്തായാലും എനിക്ക് കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ശാലിനി ഇപ്പോൾ തന്നെ താൻ അവിടേക്ക് പോകുമെന്ന് അവിടെ ശിവനോട് അറിയിക്കുന്നു. അതിനുശേഷം ശാലിനി നേരെ തന്നെ അരുണിയുടെ അരികിലെത്തി കുഞ്ഞിനെ പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ കണ്ടോളാമെന്നും എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകേണ്ടതുണ്ടെന്നും ഞാൻ പോയിട്ട് ഇവിടേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുന്നു. കുഞ്ഞിന് കൊണ്ടുവന്ന സമ്മാനം അരുണയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ശാലിനി അവിടെ നിന്ന് മടങ്ങുമ്പോഴേക്കും ഉടൻ തന്നെ ശാലിനി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകാനായി അവിടേക്ക് എത്തിച്ചേരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സത്യഭാമ ശാലിനിയോട് ചോദിക്കാനായി ചില ചോദ്യങ്ങൾ മനസ്സിൽ കരുതി ശാലിനിയുടെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് റസാക്ക് ശിവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. പ്രകാശിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചതും ആരാണ് പ്രകാശിനെ അപായപ്പെടുത്തിയെന്നും പ്രകാശിനെ കൊല ചെയ്തതെന്നുള്ള സത്യം ചാച്ചപ്പൻ എന്ന തൻ്റെ ഡ്രൈവറെ തൻ്റെ കുടുംബത്തെ ഡ്രൈവറെ കണ്ടെത്താനായിട്ട് എത്ര ശ്രമിച്ചിട്ടും കഴിയാതെ പോയതിൻ്റെ നിരാശയോടെ ശിവൻ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കിടക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ച റസാക്ക് പറഞ്ഞു, ദാ ആ നിൽക്കുന്നവനാണ് പ്രകാശിന്റെ ജീവനെടുത്തതെന്ന്. ഉടനെ തന്നെ ദേഷ്യത്തോടെ ശിവൻ നോക്കുമ്പോൾ ചാച്ചപ്പന്റെ മുഖമാണ് കണ്ടത്. ചാച്ചപ്പനെ കണ്ടതും കലിയോടെ ശിവൻ നോക്കി അരികിലേക്ക് എന്ന് ചാച്ചപ്പന്റെ കോളറിനെ പിടിച്ചു. എടാ നീ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയതും ഉടനെ അടുത്ത് നിന്ന് റസാക്ക് പറഞ്ഞു, അതെ അവൻ എല്ലാ കാര്യവും ഇവിടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അവനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് മാണിക്കോത്ത് മഹേന്ദ്രൻ പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങനെ ഒരു കൃത്യം ചെയ്തെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയിച്ചതോടെ നീ പറഞ്ഞ സത്യമാണോടാ എന്ന് കലിയോടെ ശിവൻ ചോദിക്കുമ്പോൾ അതേ എന്ന് ചാച്ചപ്പൻ സമ്മതിക്കുന്നു.